വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ തിരുവചനങ്ങൾ. യേശു തളർവാദ രോഗിക്ക് സൗഖ്യം നൽകുന്നത് കാണുമ്പോൾ ഫരിസേയർ യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കാര്യമറിയാതെ ക്ഷിപ്ര വിധി പ്രസ്താവനകൾ നടത്താതിരിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധയുള്ളവരാവണം. മനുഷ്യപുത്രൻ എന്ന നാമം യേശുവിനെ ആദ്യം ഉപയോഗിക്കുന്ന ഈ രംഗത്ത് തന്നെ, അതും പാപം മോചനാധികാരമുള്ള ദൈവികനായി. പാപം മോചിപ്പിച്ച യേശു അവനെ എതിർത്തവർക്ക് ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു. യേശുവിന് തൻ്റെ ദൈവത്വത്തെയും ദൈവിക അധികാരത്തെയും കുറിച്ച് സദാ അവബോധമുണ്ടായിരുന്നു. മനുഷ്യനായ തന്നിലെയും മറ്റു മനുഷ്യരിലെയും ദൈവിക അംശം അംഗീകരിക്കുന്നതിൽ വിമുഖതയേറുന്നവരുടെ എണ്ണമേറുന്ന ഈ കാലത്ത് മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് നാം കാണുക. യേശുവിലൂടെയുള്ള പാപക്ഷമയുടെ സുവിശേഷമാണ് ലൂക്കായുടെ കൃതി മുഴുവൻ. പാപക്ഷമയുടെ സുവിശേഷം സ്വീകരിച്ചും പ്രഘോഷിച്ചും മനുഷ്യകുലത്തിന് ആശ്വാസവും സമാധാനവും പകരുവാൻ ഓരോ ക്രിസ്ത്യാനിയും നിയുക്തനാണ്. വ്യക്തിതലത്തിലും കുടുംബതലത്തിലും ഇടവക തലത്തിലും സമൂഹതലത്തിലും ദേശീയ അന്തർദേശീയ തലത്തിലുമെല്ലാം ക്ഷമയുടെ സുവിശേഷത്തിൻ്റെ കേന്ദ്രം ദൈവത്തിൽ നിന്നുള്ള ക്ഷമയാകണം. നമ്മെ ജീവിയുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും.